ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ, ഞാൻ തുമ്പിക്കുട്ടീനെ സ്കൂളിലേക്ക് വിടാനുള്ള പരിപാടികളിലാണ്. അപ്പോൾ എണീക്കലും എൻ്റെ റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ടാണ്. ഫുഡ് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഒരാളെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് ഓൾറെഡി തുമ്പിക്ക് വാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ പുള്ളിക്കാരിയുടെ പാക്ഡ് ലഞ്ച് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് എന്ന് പറയുമ്പോൾ റൈസൊന്നും കൊണ്ടുപോകാനായിട്ട് തുമ്പിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശയും ബനാന സോട്ടഡ് ഗീ അങ്ങനെയൊക്കെയാണ് കൊടുത്തു വിടാറ്. അപ്പോൾ ഇതിനിടയിൽ ആൾ കളിക്കാൻ കയറി. ആളെനിക്ക് ഫോണിക്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ TV ആണ് തുമ്പിക്കുട്ടിയുടെ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഞാനാണ് സ്റ്റുഡൻറ്റ്. അതിനിടയിൽ ഫുഡും കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും ടൈമായി, മതി കളിച്ചത്, വന്നിട്ട് കളിക്കാമെന്നൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ബാഗിലെടുത്ത് വെക്കണം, ഒന്ന് എല്ലാം ഇല്ലേ എന്നൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ആൾക്കിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള മടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പൊതുവേ തുമ്പിക്ക് സ്കൂളിൽ പോകാൻ വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നും കൂടി ഫ്രണ്ട്സൊക്കെ ആയി സെറ്റായപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാണ് പോകാൻ കേട്ടോ. ആൾ തന്നെ സ്വയം റെഡി ആവാനൊക്കെ നിൽക്കും. നമ്മൾ ഹെൽപ്പില്ലാതെയൊക്കെ ആൾ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളുടെ വാഹനം ഇതാണ് കേട്ടോ. ഇത് ഒരു ഇലക്ട്രിക് ബൈക്കാണ്. എൻ്റെ ഓൾ ടൈം കമ്പാനിയനാണ്. ഈ സൈക്കിളില്ലാതെ എനിക്കിപ്പോൾ സൈക്കിൾ എന്നല്ല കേട്ടോ, ഇവിടെ നമ്മൾ ഇലക്ട്രിക് ബൈക്ക് എന്നാണ് ഞാൻ പറയാം. ഈ ബൈക്കില്ലാതെ എനിക്കിപ്പോൾ എവിടേക്കും പോകാൻ ഇഷ്ടമല്ല. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കമ്പാനിയനാണ്. നമ്മളിത് ഈ ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് വെയിലിന്. നല്ല രസമാണ് ഈ ഒരു വെതറിൽ സൈക്കിൾ ചവിട്ടി പോകാൻ. അങ്ങനെ ഞാൻ തുമ്പിക്കുട്ടിയെ സ്കൂളിൽ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. രാവിലെ തുമ്പിക്ക് ഫുഡ് കൊടുക്കുന്ന ഇടയിലൊന്നും ശരിക്കും കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ ടീ ഓർ കോഫി എനിക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് മസ്റ്റായിട്ടുള്ളൊരു എനർജി ഡ്രിങ്കാണ്. അപ്പോൾ അതൊക്കെ സമാധാനമായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്വിക്കായിട്ടത് ഉണ്ടാക്കിയിട്ട് വേണം. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയില്ല. ഞാനത് വേഗം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങി. കറക്റ്റ് ടൈമിന് അവിടെ എത്തി, ഡോക്ടറെ കണ്ടു. പിന്നെ അധികം വീഡിയോസൊന്നും എനിക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഞാൻ തുമ്പിനെ പിക്ക് ചെയ്തിട്ട് വന്നു കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ ആൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും മന്തിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തുമ്പിയുടെ ഒരു ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ചിക്കൻ മന്തി. തുമ്പിക്ക് സാധാരണ ചോറും കറിയും കഴിക്കുന്നതിലും ഇഷ്ടമാണ് ഇങ്ങനെ മന്തിയൊക്കെ കഴിക്കാൻ. ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരു എഗ്ലെസ് മയോണൈസ് ഉണ്ടാക്കുകയാണ്. ഒരു ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിലേക്ക്. അങ്ങനെ ഇതിലൊരു ചെറിയ കപ്പിൽ ഒരു കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓയിലിൻ്റെ നേരെ ഹാഫ് ആയിരിക്കണം. ചിൽഡ് മിൽക്ക്, അതായത് തണുത്ത മിൽക്ക് ആണെങ്കിൽ അത്രയും നല്ലത്. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിനെഗർ ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആഡ് ചെയ്തില്ല കേട്ടോ. എനിക്ക് വിനെഗർ ഇല്ലാത്തൊരു ടേസ്റ്റാണ് ഈ മയോണൈസിന് ഇഷ്ടം. അപ്പോൾ ഇതൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു മയോണൈസ് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിലും ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു മയോണൈസാണ്. പിന്നെ ഞാനൊന്ന് കുളിച്ചു വേഗം ഫ്രഷായി വന്ന് തുമ്പിക്ക് ചിക്കൻ മന്തി നമ്മൾ ഹോം മെയ്ഡ് എഗ്ലെസ് മയോണൈസ് കൂട്ടി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാനും ലഞ്ച് കഴിക്കുക തുമ്പിക്കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിക്കുക. നല്ല വിശപ്പായിരിക്കും തുമ്പിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഞാൻ നല്ല ഹെവി ആയിട്ട് തന്നെ വയറ് നിറച്ച് ഫുഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിലേക്ക് ഇറങ്ങി. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു ഈവനിങ് 6 PM ആണ് കേട്ടോ. നല്ല വെതറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു സൺലൈറ്റ് ഇവിടെ രാത്രി ഒരു 8:30 വരെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചു. ആ കാണുന്ന പാർക്കിലൊക്കെ കളിച്ചു. തുമ്പിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാനൊന്ന് കുളിക്കും. കാരണം ഡെയിലി മോർണിംഗ് ആൻഡ് ഈവനിങ് വിളക്ക് വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഖത്തറിലായിരിക്കുമ്പോൾ തൊട്ടേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ദിവസത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു സമയം എനിക്ക്. ഇതൊരിക്കലും മുടക്കാറില്ല. രാവിലെ ഹസ്ബൻഡാണ് വിളക്ക് വയ്ക്കുക. ഈവനിങ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വിളക്ക് വയ്ക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ
നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ തന്നെ ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും മുടക്കാറില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത വ്ളോഗിലൂടെ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.